എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോണ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ എക്സ്പെർട്ട് ആവാൻ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ എന്തൊക്കെ ടൂളുകൾ അറിയണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ സ്കില്ലുകൾ വേണം, എങ്ങനെയായിരിക്കണം അപ്രോച്ച് എന്നുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആവാനാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സക്സസ് ആവാൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളതാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പലതരത്തിലുള്ള ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വന്നിട്ടുണ്ട്. വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പഠിക്കാൻ വന്നിട്ടുണ്ട്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കാൻ വന്നിട്ടുണ്ട്. 70 വയസ്സുള്ള വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഹൗസ് വൈഫ് പഠിക്കാൻ വന്നിട്ടുണ്ട്. പ്രൊഫഷണൽസ് പഠിക്കാൻ വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് പഠിക്കാൻ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ്സ് പഠിക്കാൻ വന്നിട്ടുണ്ട്. എൻജിനീയറിംഗ് ആൾക്കാർ പഠിക്കാൻ വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് പഠിക്കാൻ വന്നിട്ടുണ്ട്. ബിസിനസ് നടത്തുന്നവർ പഠിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ചെറിയ ബിസിനസ്, വീട്ടിൽ ചെറിയ ബിസിനസ് നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, ടെക്സ്റ്റൈൽ നടത്തുന്നവർ, ഫാഷൻ നടത്തുന്നവർ, സ്റ്റഡി അബ്രോഡ്, എന്ത് പറയണു, എന്തൊക്കെ പ്രൊഫഷനുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും പഠിക്കാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ തരം പർപ്പസാണ്. പക്ഷേ നമുക്ക് സക്സസ് ആവണമെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സക്സസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആവണമെങ്കിൽ ഞാൻ ഇനിയും പറയുന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഭയങ്കര സക്സസ് ആവാൻ പറ്റൂ. അതിൽ ഒന്നെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റിംഗ് സ്കിൽ. നമ്മൾ പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്കില്ല് വേണം നമുക്ക്. മാർക്കറ്റിംഗ് സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. മാർക്കറ്റിംഗ് സ്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പവർ എന്താണ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്, നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാണ്, എങ്ങനെ പ്രസൻറ്റ് ചെയ്താലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുക, അങ്ങനെ മാർക്കറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. രണ്ടാമത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളജ് വേണം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഗൂഗിൾ വഴി പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് വഴി പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് യൂട്യൂബ് വഴി പ്രൊമോട്ട് ചെയ്യാം, എന്താണ് SEO, എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ്, എന്താണ് വാട്സപ്പ് മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ കുറേ ടെക്നോളജി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഡിസൈനിങ്ങിനെ കുറിച്ചൊരു അത്യാവശ്യം ഐഡിയ ഉണ്ടാവണം. നിങ്ങൾ ഡിസൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഡിസൈനറെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ വേണം, എന്താണ് നല്ല ഡിസൈൻ, എങ്ങനത്തെ ഡിസൈൻ ചെയ്താലാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ ഒരു മെസ്സേജ് ഡിസൈനിലൂടെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈനിങ് കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. അത്യാവശ്യം ടൂളുകളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു പ്രൊഫഷണൽ ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമുക്കൊരു ഐഡിയ വേണം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നല്ല ഐഡിയ വേണം. ഞാൻ പറയണത് അതിൽ HTML എന്താണ്, അല്ലെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, എന്താണ് പ്രോഗ്രാമിംഗ്, എന്താണ് ഡൈനാമിക് വെബ്സൈറ്റ്, എന്താണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വെബ്സൈറ്റ് ഫങ്ഷൻ ചെയ്യണേ, എങ്ങനെയാണിത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്താണ് സെർവർ. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഐഡിയ, അത്യാവശ്യം ഒരു ബേസിക് നോളജ് വേണം. ഒരു ഡെവലപ്മെൻറ്റ് നോളജ് ഇല്ലെങ്കിലും ഒരു ബേസിക്കിനേക്കാൾ അടുത്തൊരു ലെവലിലൊരു നോളജ് ഈ മേഖലയിൽ വേണം. കാരണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ഈ ടെക്നോളജി ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നോളജ് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുകയും നല്ല ബാനറൊക്കെ ഉണ്ടാക്കുകയും ഇതൊക്കെ വഴി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റൂ. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മാർക്കറ്റിംഗ് സ്കില്ല് വേണം. എങ്ങനെ അത്യാവശ്യം വീഡിയോസൊക്കെ ഉണ്ടാക്കാം, എന്ത് തരം വീഡിയോ ആണ് ആൾക്കാർക്ക് ഇഷ്ടം, അപ്പോൾ അതുമായി വീഡിയോ സ്കില്ലുകൾ വേണം. ഇനി അടുത്ത് പ്രധാനമായിട്ടും വേണ്ട വേറൊരു ടെക്നിക്കൽ നോളജാണ് നമുക്ക് എന്താണ് CRM, എന്താണ് ഡാറ്റ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം.
ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ കണ്ടൻറ് റൈറ്റിങ്ങിനെ കുറിച്ച് ഐഡിയ വേണം. ഇതൊക്കെ നമുക്ക് എല്ലാം എക്സ്പെർട്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം. എക്സെപ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം നമുക്ക് എക്സ്പെർട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ നമുക്കിതിനെക്കുറിച്ചൊരു വ്യക്തമായ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത് നമുക്ക് സക്സസ്ഫുള്ളാക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഏറ്റവും അതായത് അതിൻ്റെ ഓണർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്ററാണ്. എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് എന്താ, എല്ലാ കാര്യത്തിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. നല്ല വെബ്സൈറ്റിനെ കുറിച്ച് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, ആഡിനെ കുറിച്ച് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, വീഡിയോനെ കുറിച്ച് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, യൂട്യൂബിനെ കുറിച്ച് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കി, നല്ല ബാനർ ഉണ്ടാക്കി, നല്ല യൂട്യൂബ് ഉണ്ടാക്കി, നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ എത്തിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാവണം. ഞാൻ ഈ പറയുന്നത് സക്സസ്ഫുൾ ആവാനാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ബിസിനസ് ഓണർമാർ വരാറുണ്ട്. അവരെന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്ന് ബേസിക് അറിയാനാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഡോക്ടർമാർ വരാറുണ്ട്. ഡോക്ടർമാർ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിത് പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആവാനല്ല, അവർക്ക് അറിയണം ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ എന്ന് വേണമെങ്കിൽ അവരെ ഫുൾ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പറയുന്ന ടേമുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബേസിക്കലി വരുന്നത്. അല്ലാണ്ട് അവരിത് പഠിച്ച് ഡിജിറ്റൽ മാർക്കറ്റർ ആവാനല്ല. ഞാനിവിടെ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നോളജ് വേണം എന്നുള്ളത് ആണ് ഞാനിവിടെ പറയുന്നത്. പല ബിസിനസ് ഓണർമാരും വരാറുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് വരാറുണ്ട്. സ്റ്റുഡൻസ് വരുന്നതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിയാനാണ്. ഒരു എക്സ്പെർട്ട് പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഹൈ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇപ്പോൾ പുതിയ കുറേ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡാറ്റ അനലിറ്റിക്കൽ സ്കില്ല് വേണം. ശരിക്കും ഡാറ്റ അനലിറ്റിക്കൽ സ്കില്ല് വേണം. ഡാറ്റ അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു വരുന്ന എൻക്വയറീസ് ഉണ്ട്. അത് എവിടെ നിന്നൊക്കെ, ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് വന്നത്, ഏതൊക്കെ കൺട്രിയിൽ നിന്ന് വന്നത്, ഏതൊക്കെ കീവേഡിൽ നിന്ന് വന്നത്, ഏതൊക്കെ ചാനലിൽ നിന്നാണ് വന്നത്, ഏത് ചാനലാണ് വർക്ക് ചെയ്യണത്, ഏത് ചാനലാണ് വർക്ക് ചെയ്യാത്തത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഗൂഗിളിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഫേസ്ബുക്കിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാനും അനലിറ്റിക്കൽ സ്കില്ല് വേണം. അതേപോലെ നമുക്ക് ഡേറ്റ അനാലിസിസ് അറിയണം. ഡേറ്റ അനാലിസിസ് ഇപ്പോൾ ഒരുപാട് ടൂളുകളൊക്കെ ഉണ്ട്, പവർ BI, അതേപോലെ ഒരുപാട് ഡേറ്റ അനലിറ്റിക്കൽ സ്കില്ലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കൃത്യമായി ചെയ്യുവാനും സക്സസ്ഫുള്ളി ചെയ്യുവാനും പുതിയ പുതിയ ടൂളുകൾ. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് അപ്ഡേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകൾ മനസ്സിലാക്കാനുള്ളൊരു താല്പര്യം വേണം. എന്നും അപ്ഡേറ്റ് വരുന്നതാണ്. അപ്പോൾ എന്നിട്ട് പറയുക, എന്നും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെയുള്ള ഒരു താല്പര്യം ഉള്ളവർക്കും അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ ഒരുപാട് നാൾ സർവൈവ് ചെയ്യാനും സക്സസ്ഫുള്ളി ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്ററാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൻട്രസ്റ്റ് വേണം. ഇൻഡസ്ട്രിയിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാക്കാനുള്ള ഇൻട്രസ്റ്റ് വേണം. കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും അലേർട്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിവിടെ സക്സസ് ആകാൻ പറ്റൂ. നമുക്ക് ആദ്യം തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയണം, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിയണം, അനലിറ്റിക്സിനെ കുറിച്ച് അറിയണം, CRMനെ കുറിച്ച് അറിയണം, പ്രോഗ്രാം അറിയണം, ഡിസൈനിങ് അറിയണം, കണ്ടൻറ് റൈറ്റിംഗ് അറിയണം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറിയണം. ഇതെല്ലാം അറിയുകയും ചെയ്യണം ഇവരെ. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ആ കമ്പനിയിലെ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവും. കണ്ടൻറ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യും, ഡിസൈനറായിട്ട് വർക്ക് ചെയ്യും, വെബ്സൈറ്റ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യും, വീഡിയോ ഉണ്ടാക്കുന്നവരായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാനും ഇത് നമുക്ക് വ്യക്തമായ ഒരു നോളജ് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റും. പ്രൊഫഷണൽ ഇൻ ദ സെൻസ് ഭയങ്കര സക്സസ്ഫുള്ളായ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൊക്കെ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. ചിലവർ ചോദിക്കാറുണ്ട് റൈറ്റിംഗ് അറിയണമെന്നുണ്ട്. റൈറ്റിംഗ് അറിയണമെങ്കിൽ നല്ലതാണ്. ചിലവർ ചോദിക്കുക ഡിസൈനിങ് അറിയണമെങ്കിൽ നല്ലതാണ്.
ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആഡ് ഓൺ അഡ്വാൻറ്റേജ് തന്നെയാണ്, ഒരു ഡൗട്ടുമില്ല. ഓക്കെ, അതേപോലെ ഇതിനെക്കുറിച്ച് അത്ര അഡ്വാൻസ് സ്കില്ലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് റൈറ്റ് ചെയ്യാനും എന്നിട്ടാ പറയുക ഡിസൈൻ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. പക്ഷേ ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാനും സക്സസ് ആവാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ അതിന് മാത്രം ഇതുണ്ട്, സ്കോപ്പ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് നല്ല നല്ല സാലറി പാക്കേജ് ഉണ്ട്, എല്ലാം ഉള്ള അതിമനോഹരമായ ഒരു ഫീൽഡാണ്. ലോകത്തെ എവിടെയിരുന്നും വർക്ക് ചെയ്യാം, നമുക്ക് ലാപ്ടോപ്പും ഇൻ്റർനെറ്റൊക്കെ മതി. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മേഖലയിൽ വരണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തെ ആവശ്യമാണ്. അത്ര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.